നിന്റെ കൂടായി പോലെയൊന്നും ഇവിടെ നടക്കത്തില്ല. കുത്തി കിഴിച്ച് അതിനകത്തൊരു കിഴിച്ച് വെക്കണം. ആ മതി. അങ്ങനെ കൊഴയോട് കൊഴ. ആ ജയചേട്ടാ, അയ്യോ ചക്ക. അപ്പൊ ഞങ്ങള് ഇന്നലെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതും കൊണ്ട് എത്തിയില്ലേ? അതെ, വാങ്ങിച്ചോടി. കഴിഞ്ഞ ദിവസം ഇതുപോലെ ചേച്ചി ചക്കയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ചേച്ചി ചക്ക നിപ്പുണ്ടോ എന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചക്ക റെഡി. ഇതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ചക്കയുമായി ഇവിടെ എത്തി. എനിക്ക് ചക്ക കിട്ടി. അപ്പൊ ചക്ക കൊണ്ട് ഞങ്ങളുടെ സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ വളരെ സന്തോഷം. അടുത്ത വീഡിയോ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇത്. അപ്പൊ ആയിക്കോട്ടെ, അടുത്തൊരു വീഡിയോ ഇത് നമുക്ക് സെറ്റ്. അങ്ങനെ നമ്മൾ തേടി നടന്ന വയണയില നല്ല സൂപ്പർ ഇലയാണ്, അടിപൊളിയാണ്. കുറെ ഞങ്ങളിങ്ങനെ നോക്കി നടന്നായിരുന്നു, പക്ഷെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇതുണ്ടായിരുന്നു. ഈ കാടിനകത്ത് ഇങ്ങനെ ഇറങ്ങി പോകാതെ അവിടെ നിന്നോട്ട് പറിക്കുന്നത്. നമുക്കിത് ഭക്ഷണയപ്പം കഴിക്കണം കേട്ടോ. ഞാനല്ല ഉണ്ടാക്കുന്ന, ഏട്ടനാ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം എന്നെ കൊണ്ടല്ലേ ഇട്ടോടി. ഏട്ടന് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം, അപ്പം ഉണ്ടാക്കാൻ അറിയാം, സൂപ്പറായിട്ട്. പിന്നെ ഞാൻ പണ്ടത് അപ്പം ഉണ്ടാക്കുകാരനല്ലായിരുന്നു പറഞ്ഞ. ഇതൊന്നും നമ്മളെ ആരും ഉണ്ടാക്കി പഠിപ്പിക്കുന്നു വേണം, നമ്മളതങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ അത് ശരിയാവും. ഒരു ഒക്കെ ഉണ്ടാക്കിക്കുന്നത് തീർച്ചയായിട്ടും. ചേട്ടായി മതി, ചേട്ടായി ഒത്തിരി ആയില്ലേ? നല്ല ഇലയാടി, കുറച്ചുകൂടെ പറിച്ചോളാം. എന്താ ഉദ്ദേശിച്ച ഇങ്ങനെ ഇരിക്കുന്നത്? കുഴപ്പമുണ്ടോ? അതല്ല, രാവിലെ ആണെങ്കിലേ വയനേര പറിച്ചിട്ടേ എന്തിനാ കൊണ്ടുവന്നിങ്ങനെ വെച്ചേക്കുന്നത്? അത് നമ്മള് കൊണ്ടുവച്ചിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോഴത്തെ കളയും. പിന്നെ അപ്പൊ ഉണ്ടാക്കാൻ പറയേണ്ടത് ഉണ്ടാക്കാൻ വയ്യായോ? ഞാൻ വയനേര പറിച്ചപ്പോഴേ പറഞ്ഞു എന്നെ കൊണ്ട് ഇതൊന്നും വയ്യാന്ന്. എല്ലാം ചേട്ടനാണ് ഉണ്ടാക്കി തരേണ്ടത്, ഞാൻ പറഞ്ഞില്ലയോ? അതങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറ. ഞാൻ കുമ്പിൾ കുത്തിയാ ശരിയാകത്തില്ല. കുഴച്ചാ ശരിയാവോ? ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്തോ ചക്കയെല്ലാം ഇട്ട് അടിച്ചു പൊളിച്ച് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ നമ്മളപ്പം ചെയ്തേക്കാം. നമുക്ക് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാം. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരിക്കച്ചക്ക വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ ഈ കൂഴച്ചക്ക നമ്മൾ എപ്പോഴും കളയാണ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ വേവിക്കാനെടുക്കും, സാധാരണ പഴിപ്പിക്കാറില്ല. പഴിപ്പിച്ച് തിന്നാനും പറ്റത്തില്ല, കാരണം നൂല് പോലെ വന്നിട്ട് ഒന്നോ രണ്ടോ കഴിക്കും, നമുക്ക് വയറുവേദന കഴിക്കും. പക്ഷെ ഒരുപാട് കഴിക്കാനൊക്കത്തില്ല. കൂഴച്ചക്ക തന്നെ നമുക്ക് ഉപയോഗിച്ച്, കൂഴച്ചക്ക നമ്മുടെ ഉള്ളിൽ ചെല്ലണമല്ലോ. അങ്ങനെ നമ്മുടെ ചക്ക വന്നിട്ടുണ്ട് ഗയ്സ്, കണ്ടോ നമ്മുടെ ചക്ക. പേപ്പറൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഇവിടോട്ട് വീടി ഇവിടെ വയ്ക്കാൻ. കൂഴച്ചക്കയാണ് ഇത്. പ്ലാവിന്റെ മോളിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ജയൻ ചേട്ടനും വൈഫും കൂടെ കൊണ്ടു തന്നതാണ്. അവര് ചക്കയുടെ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ കൂഴച്ചക്ക കിട്ടുമെങ്കിൽ ഇച്ചിരി കൊണ്ടു തരണം. മരത്തിന്റെ മണ്ടേന്ന് തോട്ടി കെട്ടി വെച്ച് പറിച്ച് തറയിലിട്ട് പൊട്ടി കീറി ആരെയും വിളിച്ചൊക്കെ ചെയ്യിപ്പിച്ചതാ. എന്തായാലും അവർക്ക് ഒരു താങ്ക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് തന്നതാണ്. നമുക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് കൂഴിച്ചക്കയൊക്കെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചുളയേ ഉള്ളൂ. എന്തൊരു ടേസ്റ്റാ ചേട്ടേ, അടിപൊളിയാ. ഞങ്ങളെ ഇതിപ്പോ രാത്രിയില്ല ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഉണ്ടാക്കി ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല, ഇരുന്നാണ് ഇതിന് മയം വരുന്നത്. അതുകൊണ്ട് നമ്മള് ഉണ്ടാക്കി ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാം. നമ്മള് രാവിലെ കഴിക്കും. നിങ്ങളൊക്കെ ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? ചക്കയുള്ള സമയത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ലേ? പക്ഷെ ഇപ്പൊ ചക്കയുടെ സീസൺ കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ മിക്ക വീട്ടിലും ചക്ക ഇല്ല. മഴ ആയി കഴിഞ്ഞാൽ പിന്നെ ചക്കയ്ക്കകത്ത് വെള്ളം ഇറങ്ങിയിട്ട്, പക്ഷെ ഇതിനകത്ത് വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല. നല്ല ഫ്രഷ് അടിപൊളിയായിട്ടുണ്ട്. ചക്ക തിന്നേക്കാൾ നല്ല മധുരമുണ്ട്, കളറുണ്ട് കേട്ടോ അല്ലയോ? വാവിന് വാവടയായിട്ട് ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെങ്കിൽ ചക്ക പഴുത്തു പോയി, അത് കാരണം ഒരു ദിവസം ഉണ്ടാക്കി. കുറച്ച് തേങ്ങയോടെ തിരുമാം. തേങ്ങയൊക്കെ ഭയങ്കര വിലയാ കേട്ടോ. അപ്പൊ അതുകൊണ്ട് രുചി ഇച്ചിരി കുറയുന്നത് നമുക്ക് കുറച്ച് മതി. ഒരു അരമുറി തേങ്ങയെങ്കിലും മിനിമം നമ്മൾ ചേർക്കേണ്ടതാണ്. പക്ഷെങ്കിൽ ഇപ്പൊ നമ്മള് കുറച്ച് ചേർക്കാം, കുറച്ച് രുചി മതി. തേങ്ങയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കാണ്. ആ ചേട്ടായി, നമ്മൾ ഈ മില്ലിന്ന് വാങ്ങിച്ച ശർക്കര ആയതുകൊണ്ട് ഇതിനകത്ത് അഴുക്കൊന്നും അഴുക്കില്ല. ഇത് നല്ല ഫ്രഷ് ചക്കരയല്ലേ. ഇനിയിപ്പോ നമുക്ക് ഈ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കുഴയ്ക്കാം. അങ്ങനെ കുഴയോട് കുഴ അങ്ങനെ നമ്മുടെ ചേട്ടനെല്ലാം കുഴച്ച് നല്ല സെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പഴേ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണം ഇങ്ങോട്ട് വന്നിട്ട് ഇനിയിപ്പോ നമ്മൾ ആ ജീരകമൊക്കെ അങ്ങോട്ട് ചേർക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി. നമ്മുടെ ചേട്ടായി ഇങ്ങനെ അപ്പം ഉണ്ടാക്കുകയാണ്. ഞാൻ എന്ത് അന്തസ്സോട് കൂടിയാ പറയുന്നേ.
ശർക്കരപ്പാനി ഒഴിച്ച് കുഴയ്ക്കാം. ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്ക, അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തു. അത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് നമുക്ക് ചേർക്കാം. നല്ലപോലെ ലൂസായിട്ട് കുഴയ്ക്കുവാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കുമ്പോഴും കട്ടി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് തന്നെ ചെയ്യണം. അപ്പൊ കുഴയോട് കുഴ. ചേട്ടാ ഇത്രയും കുഴച്ചാൽ പോരെ ചേട്ടായിയെ? എത്ര നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് കുറച്ചേരം നമുക്ക് ഇങ്ങനെ വെക്കാം, പിന്നീട് കുമ്പിളിനകത്താക്കി അടുപ്പിൽ വെക്കാം. അപ്പൊ നമുക്ക് വെള്ളം എടുക്കാം. അടുപ്പേ വെക്കാം. ആദ്യം പറമ്പിൽ കയറി പറിച്ച ഇലയാണ്, അപ്പൊ അത് നമുക്കൊന്ന് കഴുകി റെഡിയാക്കി. ഇത് കുമ്പിള് കുത്തുമ്പോൾ ഈ തുമ്പ് അകത്ത് വരുന്ന കുത്തണം. ഇങ്ങനെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലര് വേണമെങ്കിൽ നമുക്ക് അഴിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഈർക്കിൽ കുത്താം. ഇതിന്റെ ആവശ്യമില്ല. കുമ്പ് കുത്തുമ്പോൾ നമ്മൾ ഈ തുമ്പ് ഉള്ളിലായിട്ട് നമ്മളിങ്ങനെ കുത്തണം. ഇങ്ങനെ എന്നിട്ട് മാവ് നമ്മൾ കോരി അകത്തിങ്ങനെ നിറച്ച് വെക്കുക. എന്നിട്ട് ഇതിനെ മടക്കി ഇവിടോട്ടൊന്ന് കുത്തി വെക്കുവാണെങ്കിൽ നിൽക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യം മാത്രം വെക്കുക. ഇതുണ്ട് ഇപ്പൊ ആ കുമ്പിളിനകത്ത് നിറച്ചുള്ളതായി കഴിഞ്ഞു. ഇതിന് തുമ്പുണ്ട്. ഇതാ എളുപ്പം. ഇതായിട്ട് ഇനി അഥവാ നൂറിന് വന്നാലും കുഴപ്പമില്ല, അത് അകത്ത് ആയതുകൊണ്ട് അങ്ങ് ഫിറ്റായിട്ടിരുന്നോളൂ. അപ്പൊ ഞാനിവിടെ കുമ്പിളുണ്ടാക്കാം. കുമ്പിളൊക്കെ ശരിയല്ലേ? റെഡിയല്ലേ? ചേട്ടൻ ഇതെല്ലാം പഠിപ്പിച്ച് ഇച്ചിരിയേ ഉള്ളൂ, എനിക്ക് വേണ്ടിയാ. ഞാൻ വെച്ച തിന്നത്തില്ലയോ? അതുകൊണ്ടല്ല. ഇതിനകത്തൂടെ ഞാൻ ഇതിനകത്തൂടെ കുത്തിയും കയറ്റി. മതി മതി. ഇങ്ങനെ വെച്ച് ഇറക്കി അടിപൊളി. കുത്തി കയറ്റി അത് അഴിഞ്ഞു പോയി. കുത്തി കയറ്റി നിന്റെ കൂടായി പോലെയൊന്നും ഇവിടെ നടക്കത്തില്ല. കുത്തി കിഴിച്ച് അതിനകത്തൊരു കിഴിച്ച് വെക്കണം. മതി. രണ്ടാമത്തെ അപ്പം അങ്ങനെ എന്നെ കളിയാക്കാൻ തന്നെ ചേട്ടൻ നീ വീഡിയോ എടുക്കുന്നേ കേട്ടോ. എടി നിനക്ക് അറിയാൻ വേണ്ടിയൊന്നല്ലോ, നിനക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അറിയത്തില്ലാത്ത രീതി ചെയ്യുന്നത്. എനിക്കറിയാം നിനക്ക് ഇതല്ല. ഇതിനപ്പുറവും എന്നിട്ടാണ് ഇങ്ങനൊക്കെ കാണിച്ചാലല്ലേ വല്ലപ്പോഴും ചേട്ടൻ ഇതുവരെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇത് ഞാൻ ഒരു വട്ടം കാണിച്ചിരും. അടുത്ത പ്രാവശ്യം ചെയ്യേണ്ടത് തന്നെ തന്നെയാണ്. ഞാൻ എവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് റെഡിയാക്കി കടുങ്കാപ്പി ഞാനിപ്പോ ഈ ചുണ്ണി ഇങ്ങനെ കടിച്ചൊക്കെ വെച്ചപ്പോ ഞാൻ ഓർക്കുന്നീ ചേട്ടൻ പറയാറില്ല ലേഡീസ് വണ്ടി ഓടിക്കുമ്പോ ചിറി കടിച്ച് മുറിച്ചോണ്ടാ ഓടിക്കുന്നത് അല്ലയോ? മതി, ഇനി ചേട്ടൻ ഉണ്ടാക്കിയോ. എന്താ ടൂ വീലറൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് പിന്നെ ടൂ വീലറിനെ കാട്ടി ഭാരമാ കയ്യെ പൊക്കി എടുക്കുന്നത്. പിന്നെ രണ്ട് കാലം കൊണ്ട് തുഴയുകയും ചെയ്യും. ഞാനില്ല കേട്ടോ, ഞാൻ ടൂ വീലറിലെ എക്സ്പെർട്ട് ആണ്. പഠിക്കുമ്പോഴത്തെ കാര്യം പറയുന്നത്. കണ്ടോ കണ്ടോ ഞങ്ങളുടെ കുമ്പിളപ്പം കണ്ടോ. അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഫിനിഷ് ആയിരിക്കാണ് നമ്മുടെ കുമ്പിളപ്പം ഫിനിഷ്. ചേട്ടാ ചില സ്ഥലത്തെ ഈ വഷ്ണയില വയണയില അത് പറയുന്ന ആൾക്ക് വിഷ്ണുവിന്റെ ഇഷ്ണ എടുത്തിട്ട് അവിടെ ഇട്ടത്. വഷ്ണയല്ല വയണയാണ്. ഇതിന് വേറെന്തൊക്കെയോ പേരുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ സ്ഥലത്ത് ഇതിന് എന്തൊക്കെ പേരാണെന്ന് കമന്റ് ചെയ്തേക്കണം. നമുക്കറിയാമല്ലോ ഓരോ നാട്ടിലും എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. ഞങ്ങളിവിടെ വയണ എന്നാണ് പറയുന്നത്. വയണ നമുക്കിങ്ങനെ അടച്ചു വെക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. ആവി വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. തുറക്കൂ സീസേ. അപ്പൊ നമുക്ക് തുറക്കാം. വെന്ത് കാണുമല്ലേ? പിന്നെ എന്തൊരു മണമാ ചേട്ടായി. അതാണ് സൂപ്പർ. അപ്പൊ വെന്തോന്ന് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കാം. കടിച്ചങ്ങ് പറിക്കുക. മൂത്തിട്ട് എന്തോ പറയാനാ, അടിപൊളിയായിട്ട്. ഞാൻ ചെയ്തോണ്ട് നീ അങ്ങനെ പറഞ്ഞതല്ലേ? എന്തോ ചൂടാ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ ചെയ്ത് കൊടുക്കത്തില്ല. അതാണ് അതിന്റെ കാര്യം. സോഫ്റ്റാ. ഇവന്റെ കൈ പൊള്ളുന്നുണ്ട്, അതുകൊണ്ടാ. കണ്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ചക്കയുടെ ചക്കയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കടിക്കുന്നുണ്ട് ചേട്ടായേ. സൂപ്പർ. നല്ല സോഫ്റ്റ് ആണ്. മധുരമൊക്കെ നല്ല പരുവത്തിനാണ്. എല്ലാം ഓക്കെയാണ്. അടിപൊളിയാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം പറയുകയാണ്. അടിപൊളിയാണ്. അല്ലല്ല സൂപ്പർ ആട്ടോ, സൂപ്പർ.
ഇതെല്ലാം നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്ന കേട്ടോ. ഞാനിത് കാണിച്ചിട്ട് വലിയൊരു ഇതാക്കിയൊന്നും അല്ല കേട്ടോ. പിന്നെ ജസ്റ്റ് നമുക്കതൊന്ന് കാണിച്ചു തരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ. ഓക്കെ. ഓക്കെ.